സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഞ്ജന സുകുമാരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, കോഴിക്കോട് സാഹചര്യം എങ്ങനെയാണ്? റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും കനത്ത മഴയാണോ? സന്ധ്യ, കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് പ്രകാരം കോഴിക്കോട് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുമുണ്ട്. ജില്ലയിൽ ഏതായാലും രാത്രി മുതൽക്ക് തന്നെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴുള്ളത് തീരപ്രദേശ മേഖലയിലാണ്. ഇവിടെയും രാത്രി മുതൽക്ക് തന്നെ മഴ പെയ്യുന്നുണ്ട്. റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ അതിശക്തമായ കനത്ത മഴയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ മലയോര മേഖലകളിലും മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വടകര താലൂക്കിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ഭരണകൂടം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ സ്കൂളുകൾക്കും അതോടൊപ്പം തന്നെ ട്യൂഷൻ സെൻ്ററുകൾക്കും മദ്രസകൾക്കും ഇന്ന് അവധിയായിരിക്കും. മഴ ശക്തിപ്പെട്ടാൽ ഒരു പക്ഷേ കൂടുതൽ ജാഗ്രത വേണ്ടി വന്നേക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴ മലയോര മേഖലകളിൽ ലഭിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ കടന്തരപ്പുഴയുടെ തീരത്തുള്ള ഒരുപാട് കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചിരുന്നു. അപ്പോൾ മഴ ശക്തിപ്പെട്ടാൽ ചാലിയാർ ഉൾപ്പെടെയുള്ള പുഴകളിൽ വെള്ളം കൂടിയേക്കാം. അതോടൊപ്പം തന്നെ പുഴയോരത്തുള്ള കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു നിലയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയേക്കാം. നിലവിലേതായാലും അതിശക്തമായ മലയോര മേഖലയിലും ഈ പറഞ്ഞ പോലെ മലവെള്ളപ്പാച്ചിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ ജില്ലയിൽ? നിലവിലേതായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പറഞ്ഞു വരുന്നത് വരും മണിക്കൂറുകളിലും ഇതുപോലെ കനത്ത അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ മലയോര മേഖലയിൽ ഒരു പക്ഷേ കനത്ത മഴ പെയ്തേക്കാം. അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ കടന്തരപ്പുഴ ഉൾപ്പെടെ നിരവധി പുഴകളുണ്ട്. അവയൊക്കെ തന്നെയും കരകവിയാനുള്ള സാധ്യതയുണ്ട്. മലയിൽ വനത്തിൽ മഴ അതിശക്തമായി തന്നെ പെയ്യുകയാണെങ്കിൽ മലവെള്ളപ്പാച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഈ പുഴയ്ക്കിരുവശമുള്ള കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ കൂടുതൽ ജാഗ്രത ഏതായാലും വേണം. തുറന്നിട്ടുണ്ടോ അഞ്ജന? അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഏതാണ്ട് 25ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത കനത്ത മഴയിൽ. ഏതായാലും ആ കുടുംബങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. മഴ കുറയുന്ന മുറയ്ക്കായിരിക്കും അവരെ വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നത്. മഴ ഇതുപോലെ ശക്തിപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കുന്നതിലും ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തിപ്പെടും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ശരി അഞ്ജന, സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകാനാണ് സാധ്യത. കോഴിക്കോട് ജില്ലയിലെ വിശദാംശങ്ങളാണ് അഞ്ജന സുകുമാരൻ നൽകിയത്.